ഇതാണ് നമ്മളെ റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ വീടാണിത്. ബാഹുബലി പ്രഭാസിൻ്റെ വീടാണിത്. ഓനെ പോലെ തന്നെ ഒരു ഇൻട്രോവേർട്ടാണ് വീടും. ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ അതെ ആകണം അംബേദ്കർ കണ്ടില്ലേ. ഹായ് 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 അപ്പോൾ ചങ്കാളെ നമസ്കാരമുണ്ട് എല്ലാവർക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഓട്ടോ യാത്ര ഇന്ന് 17ാമത്തെ ദിവസമാണ് ആരംഭിച്ചിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര പെട്ടെന്നാണ് കാലങ്ങളും സമയങ്ങളൊക്കെ കടന്നു പോയതില്ലേ. ഇപ്പോൾ ചെന്നൈ കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദ് സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈ കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ചെന്നൈയിലേറെ ഏറ്റവും വലിയ സിറ്റിയാണ് ഹൈദരാബാദ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേസ്, മെട്രോ, പിന്നെ ഹൈടെക് സിറ്റി, ഒരു വൻ പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ചപ്പാത്തിയും പൂരിയും മൈക്കുള്ള കടലക്കറിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപ്പൻ ഫുഡടി അടിച്ചിട്ടാണ് മോർണിംഗ് സഫാരി നമ്മൾ തുടങ്ങണത് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലിക്ക് വന്ന പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് ബെല്ലൈക്കൺ അമർത്തി ഉഷാറായിട്ട് ഇരുന്നോളി. നമുക്ക് നമ്മളെ കൂടെ യാത്ര ചെയ്ത് അങ്ങനെ നമ്മളെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടേ ഇപ്പോൾ തിരിച്ച് നമ്മളെ റൂമിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നില്ല കാസർഗോഡുള്ള, പുള്ളിയുടെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അർജൻറ്റായിട്ടൊന്ന് നാട്ടിൽ പോകണം, എന്താ ചെയ്യാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് പിന്നെ ഈവനിങ് വന്നാൽ മതി, നിങ്ങൾ ഫുള്ള് കറങ്ങിക്കോളി. ഈവനിങ് ഇതൊരു ചെറിയൊരു ഫാമിലി മാറ്റർ പറഞ്ഞപ്പോൾ ഒന്ന് അർജൻറ്റായിട്ട് നാട്ടിൽ പോലെ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ പരിഗണിക്കാനുള്ള. അപ്പോൾ അവിടെ പോയിട്ട് ഇവർക്കന്നെ ഇപ്പോൾ ഒരു സങ്കടം ഉണ്ട്. നമ്മൾ അവിടെ പിന്നെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിട്ട് ഒരു കവർ ഫുള്ളാക്കാൻ കഴിഞ്ഞല്ലോ എന്നല്ലേ. അപ്പോൾ എന്നോടങ്ങ് പറഞ്ഞു എന്താ ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് പോകേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു പ്രശ്നമില്ല, അപ്പോൾ എന്താ ഒക്കെ സ്വാഭാവികമല്ലേ. അപ്പോൾ നമ്മളെന്നാലും മൂപ്പരെ ഫ്ലാറ്റ് പോയി മൂപ്പരെ കണ്ടിട്ടേ അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ട് മൂപ്പര് ഈവനിങ് നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഈവനിങ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ ഇവിടെ ഹൈദരാബാദ് ആയതുകൊണ്ടേ ടൗണൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൻ ബ്ലോക്കൊക്കെ കയറാം. അപ്പോൾ നമ്മൾ ഒരു 3-4 മണിക്കൊക്കെ തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഒരു 7 മണിക്ക് പോലും എത്തിയെന്ന് വരില്ല. ഒരു 6 മണിക്ക് ട്രെയിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നേരെ തിരിച്ച് പോയിട്ടേ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ കറങ്ങാരിച്ച് പിന്നെ ഇനിയിപ്പോൾ ടൗണിൽ നിന്ന് ഒന്ന് മാറിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ നമ്മുടെ സുഹൃത്തുക്കളെ റൂമുണ്ടെങ്കിൽ അത് നോക്കാരിച്ച് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ചങ്കളെ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സാധനങ്ങൾ എടുത്ത് പോകാമെന്ന് വിചാരിച്ചെങ്കിൽ വന്നതാണ്. പക്ഷേ മുപ്പര് ഭയങ്കര ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, ഒരു ഫാമിലി മാറ്റർ. അത് നമ്മൾ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ലൈഫിൽ സ്വാഭാവികമാണ്. അപ്പോൾ സാധനം എടുക്കാൻ വിളിച്ച് പോകുന്ന കണ്ട് അടിക്കിറങ്ങിയപ്പോഴാണ് മുപ്പരിങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട്. അപ്പോൾ എനിക്കൊരു തോന്നി നമ്മളിപ്പോൾ ഇവിടെ റൂമിൽ ഒറ്റക്കാണ്. മുപ്പരെ ഒറ്റക്കാക്കി ഒരു ഭയങ്കര ഒരു ഗതികേട്, ഭയങ്കര മടി, ഒരു മനസ്സനുവദിക്കണില്ല. ഗതികേട് മടിയല്ല, നമുക്കൊരു തോന്നില്ല. മുപ്പരിന്ന് ഈവനിങ് പോകും നാട്ടിലേക്ക്, ഒരു സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാൽ ഒരു ഉച്ച വരെ മുപ്പരപ്പം രസമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാം. മുപ്പരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മുപ്പരപ്പം നമ്മളിവിടെ കൂടിയതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം സംസാരിച്ച് ഭയങ്കര ഹാപ്പി മൂഡിൽ ഉച്ച വരെ ഇവിടെ നിൽക്കാറ്. അപ്പോൾ അതുവരെ പുറത്തുള്ള കണ്ടൻസുകളൊന്നും ഉണ്ടാവില്ല, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടുസ്ഥിതിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളൊരു ഉച്ചൻ്റെ ശേഷം ഇങ്ങനെ ഹൈദരാബാദ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ കാരണം ഞാനൊരു ചെറിയ തോട്ടും കൂടി പറയണം. നമ്മളെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും അവരുടെ ഹാപ്പിനെസ്സിൽ നമ്മളില്ലെങ്കിലും അവരുടെ സങ്കടങ്ങൾ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കണം എപ്പോഴും. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിൽ എൻ്റെ സുഹൃത്തുക്കൾ ഒരു പക്ഷേ ഉണ്ടായിക്കോളണമെന്നില്ല, പക്ഷേ എൻ്റെ സങ്കടങ്ങളിൽ അവരുണ്ടാവില്ല. തിരിച്ചു ഞാൻ അങ്ങനെയാണ് അങ്ങോട്ടും. അവരുടെ ഹാപ്പിനെസ്സിൽ ഞാൻ ഉണ്ടാവണം എന്നില്ല, പക്ഷേ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിളിക്കുക, എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ പിന്നെ നമുക്ക് അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതേ നിലനിൽക്കുള്ളൂ. നമ്മളെ പിന്നെ ഒരുപാട് നമ്മളെ പൈസ കണ്ടിട്ട് വരുന്ന, നമ്മളെ സ്റ്റാറ്റസ് പവർ ഇങ്ങനത്തൊക്കെ കണ്ടിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതൊരിക്കലും നിലനിൽക്കില്ല. കാരണം അവർ നമ്മളുടെ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ട് വരികയാണ്. അത് കഴിഞ്ഞാൽ ആ പ്രതീക്ഷിച്ച് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. അങ്ങനത്തെ സൗഹൃദ ബന്ധങ്ങൾ നമ്മൾ നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ചില ആളുകളുണ്ടാവും ഫുൾ ടൈം വിളിക്കണം, ഫുൾ ടൈം കാണണം എന്നൊക്കെ പറഞ്ഞ് വലിയ എന്താ പറയുക പെൺകുട്ടികളെ പോലുള്ള അങ്ങനത്തെ ബന്ധം ഉണ്ടാവും. എന്നാൽ ഒരു പരിപാടിക്കും വരെ കിട്ടൂല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ പറഞ്ഞ ഒരാളുണ്ടാവില്ല. എന്നാൽ ഒരു വലിയ ചങ്കുചങ്കാരൻ തൊടനീന് തെറ്റ്, അങ്ങോട്ട് പോയാൽ അത് തെറ്റ്, ഇത് പോയി കൊടുക്കുക, അങ്ങനെ ഇതൊന്നുമല്ല. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുക. അപ്പോൾ തിരിച്ചു കിട്ടും. അവരുടെ ഹാപ്പിനെസ്സിലില്ലെങ്കിലും സങ്കടങ്ങളുണ്ടാവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെല്ലാ കാര്യങ്ങളിലും അവരുണ്ടാവും. അപ്പോൾ ഞാൻ പോയോട്ടെ സെക്കൻഡ് എടുത്ത് കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്രീ ആയിട്ട് റൂമിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി നമ്മളെ ആശാൻ ഉഷാറാക്കിയിരുന്നു വിടാരിച്ചു. ഇതാക്കണം നല്ല മുട്ടക്കറിയാണ് സംഗതി. ഗ്രേവി ആയിക്കണമെന്നുണ്ട് അല്ലേ? ഗ്രേവി ഒന്ന് വിട്ടാ ബ്രോ. നമ്മൾ ആശാനത് അവിടെ ഫുഡ് പ്രിപ്പറേഷൻ ഒരുക്കുന്നു. ഇത് മുമ്പൊരു വ്യത്യസ്ത ഐറ്റംസാണ് അല്ലേ? മസാല പപ്പടം, ഇതാണ് മസാല പപ്പടം.
മുപ്പര ഫേസ് നമ്മൾ റിവീൽ ചെയ്യണില്ല. ഇനി പറഞ്ഞവർക്ക് കുറച്ചല്ലേ പറഞ്ഞില്ല, പ്രശ്നമില്ല. കുക്കറിൽ ചോറ് ഇതാക്കണേ, നെയ്ച്ചോറാണ്. ഇനി കറിയും കൂടെ ആയാലേ ഫുഡടി തുടങ്ങാം നമുക്ക്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയാൻ പറ്റൂല, ഡ്രസ്സൊക്കെ കളിക്കണ സ്ഥലം. ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, കാരണം വണ്ടിൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാം ആണല്ലേ. ഇവിടെ എത്തിയപ്പോൾ സൗണ്ട് മാറില്ല, ആംബിയൻസ് മാറിയില്ലേ. സിറ്റി ലൈഫാണ്, സിറ്റി ലൈഫ്. ഉള്ളിക്കണ വന്നാൽ സൗണ്ട് പോയി. എന്താണ് ഉപ്പില്ല? ഇങ്ങോട്ട് താങ്ങൂ. തുള്ളി മതി ചൂടായിരുന്നേ. ഉപ്പൊക്കെ ഉണ്ട്, മധുരമാണ് മാത്രം. ഒരു ഭാഗത്ത് കൂടെ മധുരമുണ്ട്, മറു ഭാഗത്ത് കൂടെ എരിവുണ്ട്. അതാണ് ഇബ്രൂ സ്പെഷ്യൽ. അങ്ങനെ ഫുഡടി തുടങ്ങി. ആകണോ? ഏതെല്ലാം തരം കൂട്ടാനാ, ഒറ്റയടിക്കാണ് കാലിയായത്. നല്ല എഗ് റോസ്റ്റ്, അതിക്കൊരു വെറൈറ്റി ഡിഷ്, അച്ചാറ്, സലാഡുണ്ടോ? അയ്യോ സലാഡ അതുണ്ട്. പിടിക്കാം, ഒരു പിടി പിടിക്കാം. അങ്ങനെ അവിടുന്ന് നമ്മൾ അവനെ ഏറ്റവും നല്ല രീതിയിൽ യാത്രയാക്കിക്കൊണ്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ലൈഫല്ലേ ചെറിയ തട്ടിലും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ ഹാപ്പിനെസ് ഫീലിലൂടെ കടന്നു പോകും. ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അവനൊന്ന് ഹാപ്പി ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് നേരം അവൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു. നമ്മൾ ജൂബിലി ഹിൽസ് പോകണം, കുറച്ച് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ലു അർജുൻ്റെ വീട്, ഓഫീസ് കഴിയുവാണെങ്കിൽ അല്ലു അർജുനെ നേരിട്ടൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നേരെ പോണത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളതേ ജൂബിലി ഹിൽസിൽ, ഹൈദരാബാദ് ജൂബിലി ഹിൽസിൽ. ഈ ജൂബിലി ഹിൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെയാണ് ഒട്ടുമിക്ക ആക്ടേഴ്സിൻ്റെയും വീടുകൾ. ഹൈദരാബാദിലെ നമ്മളെ തെലുങ്കിലെ മെയിൻ സൂപ്പർ സ്റ്റാറുകളെ വീടുകളൊക്കെ നിൽക്കണതേ ഇതാ ഇവിടെയാണ്. ഈ വീട് ആരതെന്ന് പറയാൻ പറ്റും എനിക്ക്? ഈ കാണുന്ന ഈ വീടിൻ്റെ ഉൾഭാഗം കറക്റ്റ് കാണുന്നില്ല, വെച്ചാ എന്താ സെക്യൂരിറ്റി നിൽക്കണു. സെക്യൂരിറ്റി ആട്ടോ. ഇത് ഫുള്ള് ആ നടൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ പോലെ തന്നെ ഒരു സെറ്റാക്കിയാണ്. ഇതാരെ വീടാന്ന് മനസ്സിലായോ? കാണുന്നില്ല, ഫുള്ള് പച്ചപ്പും പുല്ലും ആക്കിയിട്ടേ. ഇതാണ് നമ്മളെ റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ വീടാണിത്. ബാഹുബലി പ്രഭാസിൻ്റെ വീടാണിത്. ഓനെ പോലെ തന്നെ ഒരു ഇൻട്രോവേർട്ടാണ് വീടും. ഇതാണ് കേട്ടോ അതിൻ്റെ സൈഡ് വ്യൂ. ഇതാണ് കണ്ടില്ലേ, കറക്റ്റ് ഇത്രേ കിട്ടുള്ളത് വീട്. അങ്ങനെ പെരും വീടല്ല, എന്നാൽ അത്യാവശ്യം വലിയ വീടാണ്. അതിനും ഇവിടെ ഇപ്പോൾ നിലവിൽ ആളില്ല എന്ന് പറഞ്ഞ് ഷൂട്ടിലാണ്. ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ പുതിയ പടത്തിൻ്റെ ഷൂട്ടാണ് ആൾക്ക്. ഇവിടെ ഫുള്ള് സെലിബ്രിറ്റീസിൻ്റെ വീടുണ്ട്. നാഗാർജുന, NTR, അല്ലു അർജുന്, എല്ലാവരുടെ വീടുകളും. നമ്മൾ അല്ലു അർജുൻ്റെ വീട് കാണാൻ വേണ്ടി വന്നതാണ് ശരിക്ക്. അല്ലു അർജുൻ ഹൗസ് പെട്രോൾ പമ്പ്. ഓക്കെ, പോയി നോക്കുക അല്ലു അർജുൻ ഹൗസ് കാണാൻ. അങ്ങനെ നമ്മൾ അല്ലു അർജുൻ്റെ ഓഫീസിൽ എത്തിക്കണ്ടോ. അതാണ് അല്ലുവിൻ്റെ ഓഫീസ്, ഗീത ആർട്സ്. നമ്മൾ ഹൈദരാബാദ് ജൂബിലി ഹിൽസിലാണ്. അപ്പോൾ ജസ്റ്റ് കാണാൻ പറ്റുമൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആളില്ല തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പുഷ്പൻ്റെ വിഷയത്തിലൊക്കെ ഒരു മരണമൊക്കെ നടന്നില്ല, അതിൻ്റെ ശേഷം വിസിറ്റേഴ്സൊക്കെ അലൗഡ് അല്ല. ചുമ്മാ അങ്ങനെ വന്ന് നോക്കിയതാണ്. സെക്യൂരിറ്റി ഉണ്ട് അവിടെ, ജസ്റ്റ് ചോദിച്ചു നോക്കണം. ഇതാണ് ഓഫീസേ, അതാണ് അതിന് മേലെ അല്ലു എന്ന് ചോദിച്ചത് കണ്ടില്ലേ, അല്ലു എൻ്റർടൈൻമെൻറ്റ്സ്. ഇതാണ് ഓഫീസിൻ്റെ പേര്, ഗീത ആർട്സാണ്. ഇതാണ് അല്ലുവിൻ്റെ ഓഫീസ് കണ്ടില്ലേ, ഹൈദരാബാദ് ജൂബിലി ഹിൽസിലാണ്. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് അല്ലുവിൻ്റെ ഓഫീസായിട്ടുള്ള ഗീത ആർട്സിൻ്റെ ഓഫീസിൻ്റെ മുറ്റത്തേക്ക് കടന്നു. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിലിവിടെ സ്റ്റാഫുകളോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സ്റ്റാഫുകളുണ്ട്. പക്ഷേ ഇവിടെ ഓഫീസിൻ്റെ പിന്നെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കണം. മേലെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ, ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തിട്ടിട്ട്. അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിലും ആളുകളൊന്നുമില്ല, അവിടെയും ചെറിയ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഹാൻഡ്സ് ഓഫ് നമ്മൾ അഫ്വ എന്ന് പറഞ്ഞ അല്ലുവിൻ്റെ ഫാൻ സംഘടനയായിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിലെ വിജിത്തേട്ടൻ പ്രഭുവേട്ടനോടൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലുവിൻ്റെ പുഷ്പ 2ൻ്റെ സന്ധ്യ തിയേറ്ററിലെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഏരിയയാണ് ഈ റൂട്ടൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് നിൽക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത് അവരും കൂടെ കാരണമാണ്. അവർ വിളിച്ച് പറഞ്ഞ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വണ്ടിയൊക്കെ അവിടെ കടത്തി വിട്ടതും അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ പുള്ളിക്കാരനെ ഇൻഷാല്ലാ മീറ്റ് ചെയ്യാന്നുള്ളൊരു അവസരം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ടൗണിൽ കൂടുള്ള രണ്ട് തിരിച്ചിലൊക്കെ കഴിഞ്ഞാണ്ട് കസിൻ ബ്രോൻ്റെ റൂമൊക്കെ വന്നാണ്. ഇതൊരുമാതിരി മറ്റേ കൊച്ചി ഫോർട്ട് കൊച്ചി റൂം സ്റ്റൈലാണോ കേട്ടോ. എന്തായി നമ്മളെ ചെറുക്കനെ വേണമെങ്കിൽ കാണിച്ചു തരാം. ആകണോ
മറ്റേ നമ്മൾ ഈ ഫോർട്ട് കൊച്ചി റൂമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫീലാണ് ഇവിടെ വരുമ്പോൾ. നമ്മൾ ഷർഫിയിലൊക്കെ ഉണ്ടാവും ഐറ്റം സംഭവം. നമ്മളുടെ ഷർഫിയില നമുക്ക് ഇങ്ങനത്തെ റൂംസൊക്കെ ഭയങ്കര ഫീലാണ് ഇതിലിങ്ങനെ കിടക്കുക പറഞ്ഞാൽ. ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ ഫ്ലാറ്റ്. ഇതിലാണ് മുമ്പ് താമസം. നമ്മളെ മുത്തമ്മാൻ്റെ മോളെ മകൻ്റെ റൂമാണ്. അവൻ്റെ സ്റ്റഡിയൊക്കെ എവിടെയാണ്. അഷ്ഫക്കോ? ഇന്നിപ്പോ ഞങ്ങൾ വരേണ്ടത് ഒരു അഷ്ഫക്കിന്റെ എഴുത്തുന്നാ. മൂപ്പര് കാസർഗോഡല്ല. മൂപ്പര് ഇന്നലെ ഇവിടെ നമ്മളെ വീഡിയോ കണ്ടിടുങ്ങ വിളിച്ചേനി. നമ്മളെ പഴയ കാലത്തെ ഷർഫിയിലൊക്കെ നമ്മൾ നിന്നിൻ്റെ റൂം അതൊരു ഫീലാണ്, ഭയങ്കര ഫീലാണ് ഇതിലിങ്ങനെ കിടക്കുക പറഞ്ഞത്. ഇരിക്കാൻ ഇവിടെ ഇതാക്കണു ഒരുത്തം കുന്തമുനിയും പിടിച്ചിങ്ങനെ നിൽക്കണു. ഇനിയിപ്പോൾ ഇതാ നിൽക്കുക. എന്താണ് ടൈഗർ മാമ? അയ്യവാ, ഇവിടെ കിച്ചൻ്റെ കിച്ചൺ. ഏതാ കിച്ചണൊക്കെ ഐറ്റം കിച്ചൺ, വെറൈറ്റി. അങ്ങനെ കടന്നു തുടങ്ങിയാണ്ടല്ലോ നീച്ചു വില തീരെ കടന്നു തുടങ്ങിയാലേ. നിങ്ങൾ ഇങ്ങനത്തെ സെറ്റപ്പില് അല്ല, ഞാൻ ഷർഫിയയിൽ ഞാനൊരു 2-3 മാസം പരിപാടിയില്ല. ഷർഫിയയിൽ 2-3 മാസം ഇങ്ങനത്തെ റൂമിലേനു. 500 റിയാൽ റൂമും ഫുഡും. ഒരുപാട് കടന്നുറങ്ങിയാണ്ടല്ലോ ഫീലാണ്. ഇവരെ നാടാണ്, അവിടെ അങ്ങോട്ട് കയറിയിട്ട് ഓർമ്മ അതാവുമ്പോൾ കാശ്മീരിൽ ചെറിയ ഷോമാണ്. ജമ്മുവിൽ അങ്ങനത്തെ ഒരു സീനില്ല. അപ്പോൾ കാശ്മീരിൽ അത് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഈ റോഡിലുള്ള വിഷയം. ബാക്കി ആരെങ്കിലും കാശ്മീരിൽ നിന്ന് വീട്ടിൽ ക്ഷണിച്ചാൽ ഒന്നും നോക്കണ്ട, വേഗം പോയിക്കോളെ. എവിടെ? കാശ്മീരിൽ ഏതെങ്കിലും വീട്ടിൽ ക്ഷണിച്ചാൽ. കാശ്മീരികളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ എന്തായാലും പോകണം. അല്ല, അവിടെ എന്തായാലും വിളിക്കും. കാരണം എല്ലാവരും പറഞ്ഞേക്കാം കാശ്മീരിലെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. ഹോസ്പിറ്റാലിറ്റി അത് ശരിക്കും അനുഭവിക്കണം. അപ്പം ആരെയും വിളിച്ചു, ജമ്മു അതേപോലെ ജമ്മുവിൽ ആരെയും വിളിച്ചാൽ പോകാം. അവിടെ നിന്ന് നിങ്ങൾ ഇതിൽ കൂടെ കയറുന്നുണ്ടെങ്കിൽ, ഈ മണാലി കയറുന്നുണ്ടെങ്കിൽ മണാലിക്ക് 2 രീതി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മണാലി കൂടെ ആയിരിക്കും ലേ ലഡാക്ക് കാശ്മീർ കയറാം. അപ്പോൾ അതിന് പ്രശ്നമുണ്ട്, നമ്മൾ ഒറ്റയടിക്ക് ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയിട്ട് പിന്നെ ഇങ്ങനെ താഴ്ത്തി വരില്ല. അപ്പോൾ എല്ലാവർക്കും ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. മറ്റെന്തെങ്കിലും ചെറിയ ഓക്സിജൻ കിട്ടും, അത് വാങ്ങിക്കുക. ആൾട്ടിറ്റ്യൂഡ് സിക്നസിന് മരുന്ന് വാങ്ങിക്കുക. പിന്നെ വയറുള്ള വിഷയം, തലവേദന എല്ലാം വാങ്ങിക്കാം. അല്ലെങ്കിൽ നല്ലത്, ഏറ്റവും നല്ലത് നേരെ ജമ്മു കൂടെ കയറിയിട്ട് ജമ്മു കാശ്മീർ എന്നിട്ട് ലഡാക്ക് കൂടെ കയറാം. അപ്പോൾ പതുക്കെ ബോഡി ഇങ്ങനെ സെറ്റ് ആയി വെച്ചിട്ട് മറ്റേത് നിങ്ങൾ എന്ത് ചെയ്യണം, ലേലൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും. ലേലൊന്ന് ഒരു ദിവസം റെസ്റ്റ് പിന്നെ അത്രയും സ്ലോവിലാണ് പോണത്. അതിന് ഇന്ന ദിവസം ഇന്ന അത്ര അങ്ങനൊന്നും ഇല്ല. ഹൈദരാബാദ് ആദ്യം നമ്മൾ ഉറപ്പിച്ചാൽ 2 ദിവസം ഉണ്ടാവും, അങ്ങനെ തന്നെ പോണത്. ഇതിൽ നിങ്ങൾ ഡേഞ്ചർ എന്ന് പറഞ്ഞത് നോർത്തിൽ ഡേഞ്ചർ ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്? നോർത്തിൽ ഡേഞ്ചർ ഒന്ന് രാത്രി യാത്രകൾ ഒഴിവാക്കാം. അതില്ലല്ലോ, അത് നമ്മൾ 6 മണിയായ അൾട്ടാണ് എല്ലാ സ്ഥലത്തും ഏറ്റവും നല്ല സാധനം. അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവും. പിന്നെ ഗ്രാമങ്ങളിലുള്ള സ്റ്റേ അവിടുത്തെ ആൾക്കാർ കൂടെ മാത്രമാക്കാം. 2 UP, ബീഹാർ, ഹരിയാന ഈ സ്ഥലങ്ങളിൽ. പിന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ മണിക്കൂർ ഒഴിവാക്കാം. എന്നിട്ട് UP ബീഹാറിൽ നിന്നൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പഞ്ചാബ് വിളിച്ചിട്ടുണ്ട്. പഞ്ചാബൊക്കെ ഏറ്റവും നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും നന്നായി. ചിലപ്പോൾ അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല സഹകരണം. പിന്നെ ഇവിടെ ഡേഞ്ചർ, നോർത്തിൽ ഡേഞ്ചർ പറഞ്ഞത് ഈ ഒരു 3-4 സ്റ്റേറ്റുകളല്ല. ഏത്? നേപ്പാളും അല്ല, സോറി, പിന്നെ ബീഹാറും, ഹരിയാന, UP, ബീഹാർ, അങ്ങനെ ഈ ഒരു 3 സ്ഥലങ്ങളാണ് നമുക്കറിയായിട്ട്. ഓക്കെ, പിന്നെ ബാക്കിയൊന്നും വിഷയമാണ് ഈ ഭാഗത്തേക്ക്. പിന്നെ അത് മിസോറം, മണിപ്പൂർ, മിസോറം പ്രശ്നമില്ല. മിസോറം അങ്ങനെ വലിയ സീൻ ഉണ്ടായിട്ടില്ല. ത്രിപുരയിലും വലിയ വിഷയം ഉണ്ടായിട്ടില്ല. ആസാമിലൊക്കെ പോയാലും അവിടെയൊക്കെ അല്ല. ആസാമിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ? ഒറീസ, ഛത്തീസ്ഗഡൊക്കെ ഇപ്പോൾ ഈ സെയിം നമ്മളെ പറഞ്ഞ അതേ കാലാവസ്ഥയായിരിക്കും. പിന്നെ ഒരുവിധം ഒറീസൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതാണ് കോസ്റ്റൽ ഏരിയയാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ അതേ ക്ലൈമറ്റ് ആയിരിക്കും ഒറീസയിലും കൊൽക്കത്തയിലും. അപ്പോൾ നല്ല ചൂടുണ്ടാവും, ഇവിടത്തേക്കാൾ ചൂടുണ്ടാവും. പിന്നെ നല്ല സീ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നല്ല ചൂട്, നല്ല വേർത്ത് നമ്മുടെ അതേ ചൂടായിരിക്കും. അതേ ചൂടായിരിക്കും. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചറിയില്ല. അങ്ങനെ ഈ ഒരു ജാർഖണ്ഡ് ജാർഖണ്ഡൊക്കെ ഇപ്പോൾ എന്താ തരക്കടി ജാത്ര ക്ലൈമറ്റ് ആയിരിക്കും. നോർത്തൊക്കെ ചൂട് ഇതൊക്കെ കേട്ടോണ്ട് ഒരുത്തന്താ അവിടെ. നോർത്തൊക്കെ ചൂട് കൂടി വരുന്ന ഇല്ല ആവുന്നുള്ളൂ, ചൂട് ആയി ഉണ്ടാവും.
പ്ലാനിങ്ങിലാണ് നമ്മൾ എങ്ങനെ ഓൾ ഇന്ത്യ ചുറ്റാം എന്നുള്ളത്. 15 ദിവസമായില്ലേ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിച്ചിട്ടേ അതിന് ഇനി കിച്ചൊക്കെ പോളവരുടെ എന്തേ ഇഞ്ഞൊരു പോക്ക് പോ ഒരു ഓളിൻ്റെ കറങ്ങി തരാണെന്നോ. അയ്യ എവിടേക്ക് പോയിപ്പോ? മജാക്ക് പോയി. മമ്മിയെ സമ്മതിച്ചോ? മമ്മി പപ്പയൊക്കെ സമ്മതിച്ചില്ലേ? കുത്തിനെ പിടിച്ച് സമ്മതിപ്പിക്കും. എന്ത് വണ്ടി സൈഡാക്കിയാണ്ട് നമ്മളേ ഒരു സംഭവം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാൽ പോയി നോക്കുക. ഹൈദരാബാദിലെ പ്രശസ്തമായ ഹന്നൻ ഹലീം. ഈ കിച്ചു നിൽക്കണോക്കി നമ്മളെ കസിൻ ബ്രോ ആണ്. എന്തിനു തയ്യാറായിക്കാണ്? അലേർട്ടായിക്കാണ് കിച്ചുക്കണ്. ഇവിടെ നിന്ന് മരിക്കും എന്നുള്ള ലെവൽക്കാണ്. എന്താണ് ഏതാണ് ഫുഡ്? ആ അയാൾക്കതാ പണി. എന്നാ പോയി നോക്കുക. നക്കമാണ്. ഇതാണ് ഹൈദരാബാദ് ഹലീം. ഇവരാണ് ഫുഡിൻ്റെ ആൾക്കാർ. ഇതെന്താ ഇത് വെറൈറ്റി ആണോ ഉണ്ടാക്കണം? അതാണ് ഹലീം, ഹൈദരാബാദി ഹലീം. പഠിച്ചിട്ട് നോക്കി നിങ്ങൾ. ഒരു ശരി അതിലെല്ലാം ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, ആടുണ്ട്. ഇതാക്കണം ഇവിടെ തവണ ഒരു ആശായിരിക്കണം. ഇതെന്താ വേറെ എന്തോ ഐറ്റംസ്? ഇതൊക്കെ എന്താ റബ്ബേ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റംസ് ഇല്ല. ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. എന്നാ ഇവിടെ എന്താ ഒലഞ്ചിക്കൊണ്ട് പറയല്ലേ? എന്താ പറഞ്ഞു? ഇബ്രു എൻ്റെ ഫുൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. MC ഓട്ടറാണോ? ഫുള്ളാ ഹാഫോ? പിച്ച് ക്വാർട്ടർ എന്നൊക്കെ അറിയുന്നുണ്ട്. എന്താ റേറ്റ്? എന്താ റേറ്റ്? ഇതെന്താ ഇച്ചോ? ഇത് ഡബിൾ കവേട്ട എന്താ? ഓ ഫുഡ് കഴിക്കണമെങ്കിൽ ഹൈദരാബാദ് പോരും. പല ജാതി മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അവിടെ ഇതാവണോ? ഇത് പാർക്കില്ല മക്കളാ. ഇതാണ് മക്കളെ ഫുഡ് കേട്ടോ. ഇത് എവിടുന്ന് കഴിച്ചാൽ പറ്റിയാ? പുറത്തൊക്കെ വണ്ടിക്ക് പോവേ? ആ പോവാ മലക്പേട്ട്. അത് നല്ല സാധനമായിരുന്നു. പക്ഷെ അത് ഒരു ബോക്സ് നിറച്ചുണ്ടായിരുന്നു. ഏതാ സ്വയംഭം സാധനം. കഴിക്കൂ ലെവിലടുവും കഴിക്കും. 8 മണിക്കൂർ ഇട്ട് ചുട്ടുണ്ടാക്കുന്ന സാധനമാണ്. കുടിക്കണോ? ചൂടുണ്ടോ? അവിടെ കൊണ്ടുവരണം. ഒതന്റിക്കായിട്ട് കഴിക്കണം. അയ്യോ അങ്ങനെ കേസ് കിട്ടിയിരിക്കുന്നു. ഏതാണ് കിച്ച സാധനം? എന്താണ്? ബദാർ റബ്ബി. അതിൻ്റെ എത്രയും നേരം ഫ്ലാഷ് ഓഫ് ആക്കിയാണ്ട് കളിച്ചിൻ്റെ അല്ലേ? എത്ര മെഴുകുണ്ടോ? എന്നാ ഒരു സ്പൂൺ ആട്ടിനി ടെസ്റ്റ് അടിച്ച് നോക്കി നമുക്ക്. പുളിപ്പിന്റെ ടേസ്റ്റുള്ള ഇത് നല്ല നേക്കുണ്ട്. അതായത് പുളി ഉണ്ട് കണ്ടോ? ഇതിലാ മധുരം വരുന്നുണ്ട്. ലസ്സി ടൈപ്പിലുള്ള സാധനം. എന്തെല്ലാം ഫുഡുകളാണല്ലേ നോക്കി. അതിന് വേറെ ലാസ്റ്റ് ക്ലാസ് കാലിയായിട്ട് കിട്ടുക. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞാണ് നമ്മളെ ഹൈദരാബാദ് സിറ്റിയിലൂടെ നമ്മളെ ഓർഡർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജാവിദാക്കണു വണ്ടി കൊടുക്കുന്നു. ഇപ്പോഴാക്കണു ബാക്കിൽ വിറ്റുക ഷാമിൽ പ്രോ പോയിക്കൊടുക്കണം. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് വെറുതെ അങ്ങനെ നടക്കാറുണ്ട്. വെറുതെ രസമായിട്ട് ഇങ്ങനെ. എന്തായാലും ടൗൺഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ പവറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വിഷയമില്ല. 8-9 മണിക്കല്ല 10 മണിയാണ് ഇപ്പോൾ സമയം കേട്ടോ. ആളൊക്കെ നിങ്ങൾ പലചരക്ക് കച്ചവടം മെയിനാണ് ഇവിടുത്തെ. ഏതാവണം ഒരു ലേഡിയാണ് ആ ബൈക്കുമേലൊക്കെ പോണത്. ഫുള്ള് സെറ്റ് സംഭവം. എല്ലായിടത്തും ആൾക്കാരാണ്. ബിവറേജാണ് കണ്ട് ചിക്കൻ്റെ പരിപാടികൾ ഇതാക്കണം. ഫുഡ് തന്നെ മെയിൻ ഇവരുത്. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പല ജാതി. എന്താ ബാലാജി താരചന്ത് ഒമ്പാണ് കഴിഞ്ഞാടി കേട്ടോ. മിൽക്കി മിസ്റ്റ് പാലിൻ്റെ പരിപാടികൾ എല്ലാ തരം ഐറ്റംസും.
അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞാണ്ട് നമ്മളേ പിച്ചു ഇതേതാ കോളേജ് ഇനി ഉസ്മാന യൂണിവേഴ്സിറ്റി ഉസ്മാനിയ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ പഠിച്ച് ആ അത് ആ പറയ് ഒറ്റിൻ്റെ ഏ അവിടെ 100 ഉണ്ടെങ്കിൽ എവിടെയാണ് ആ 100 ആ പാർക്കില് ആ 100 കോളേജിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാ. അല്ല ഇവിടെ ആരൊക്കെ മെയിൻ പഠിച്ച ആൾക്കാർ ഈ കോളേജിൽ പഠിച്ച ആൾക്കാരൊക്കെ പറഞ്ഞേ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റുഡന്റ് ആ ബോർഡ് ആ പിന്നെ മൂപ്പർക്കാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയ മൂപ്പരാ. ആ അതെ ആകണം അംബേദ്കർ കണ്ടില്ലേ. പിന്നെ 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 OIC ഇവിടെ പഠിച്ചതാണ്. സാനിയ മിർസ എടുത്താൽ സാനിയ മിർസ പഠിച്ചു അതിന്റെ പടക്കാണ് പൊട്ടി. പിന്നെ ആരാ മൻമോഹൻ സിംഗോ മൻമോഹൻ സിംഗ് പഠിച്ചു എന്നുള്ള കിച്ചൺ ഐസും തള്ളി നോക്കിയതാണ്. കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് മൂപ്പരുടെ എന്തോ ഇവിടെ കണക്ഷൻ മൻമോഹൻ സിംഗിന്. പിന്നെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ APJ അബ്ദുൽ കലാം കുറെ ആൾക്കാരോട് കൊണ്ടുവരുന്നു. APJ അബ്ദുൽ കലാം ടൈപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേട്ടറേഡ് കഴിഞ്ഞിട്ട് നമ്മളെ ഫ്ലാറ്റ് കിച്ചൻ്റെ ഫ്ലാറ്റ് എത്തിട്ടു. ഫ്ലാറ്റ് AC ഫ്ലാറ്റാണ്. എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? അത് നിങ്ങൾ ശരിക്ക് നമ്മളെ യാത്രയിലൊക്കെ ഒരു ദിവസം പോരണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫീലിംഗ് ഒക്കെ കിട്ടുക. എന്തൊക്കെയാണ് വണ്ടീൻ്റെ സെറ്റപ്പുകൾ, ഒരു രാവിലെ നമ്മൾ എന്തൊക്കെ ചെയ്യും, എങ്ങനെ കിടന്നുറങ്ങും, എയർ ബെഡ്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽ ഇൻഷാല്ലാ കുറച്ച് കഴിച്ചിട്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരു ദിവസമൊക്കെ അല്ല. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുടിവെള്ളം ജയിച്ചോ? രണ്ടാക്കും 2 ടേബിൾ അവിടെ. ഇതാരുതാ എങ്ങനെ പരസ്പര സഹകരണം അങ്ങനെയുള്ളത് മുന്നോട്ട് പോകുള്ളൂ. എന്താ ബെഡോ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിവിടെ വാങ്ങിയതോ? ആര് തന്ന്? ആ മൂപ്പര് എവിടെയുള്ള വീട് എവിടെ? മൂപ്പര് ആദ്യം എവിടെ ഉള്ളതാ? 7 വർഷമായിട്ടോ? അങ്ങനെ കുടിവെള്ളം എത്തി. മൂപ്പർക്ക് എന്താ ഇവിടെ ശരിക്കും പരിപാടി ഇപ്പോൾ? അങ്ങനെ ചങ്കള ഉറങ്ങിയാലോ? ഇവിടെ താക്കണ്ടെണ്ണം ഉറങ്ങാതെ പാട്ടും കേട്ടിരിക്കുന്നു. ഞാനാണെന്ന് ഉച്ചയ്ക്ക് 2 വട്ടം ഉറങ്ങിയതാ. പക്ഷേ ചെറിയ രീതിയിൽ ഉറക്കം വരിക. എന്താ പാട്ട്? ഗുഡ് നൈറ്റ് അടിച്ചാലോ എന്നാ? എല്ലാ സുഖമാണ്. ഈ നിലത്ത് വിട്ടിട്ട് ഇങ്ങനെ കിടക്കാണ്. അതിൻ്റെ ഒരു ചൊറുക്ക് അത് വേറെ തന്നെ അല്ല. അതിൻ്റെ ഒരു ഫീല്, നിലത്ത് വിട്ടിട്ട് കിടക്കുന്ന ഒരു ഫീല് വേറെ തന്നെ. വെറും ജാവിതാക്കണം. ഹെഡ്സെറ്റിൽ പാട്ടും കേട്ട് കിച്ചതാക്കണോ? മറ്റേ എരുണിങ്ങിയ മാതിരി കിടക്കണം അവിടെ. ഒപ്പമുള്ള അന്ന് അപ്പുറത്ത് വേറൊരു റൂമുക്ക് അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടേ ഓന് കാവലിനും പോയിക്കണം. അപ്പം അങ്ങനെ ചങ്കളെ എന്താ ചെയ്യുക, നമ്മളെ ഫാമിലിക്ക് വന്ന പുതിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ബെല്ലൈക്കണം സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ വീഡിയോ വരാൻ പോകുന്നത്. ഏറ്റവും നല്ല കണ്ടൻറ്റുകളൊക്കെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഛത്തീസ്ഗഡ് മുതലൊക്കെ നമ്മൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരും. എല്ലാ വീഡിയോസും പറഞ്ഞ പോലെ 20-30 മിനിറ്റിനുള്ളിലായിരിക്കും ഉണ്ടാകുക. നമ്മളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ലെവലിൽ നമ്മൾ പിടിക്കാൻ ശ്രമിക്കും. ഒരുപാട് കാര്യങ്ങൾ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് ഇൻസ്റ്റയ്ക്കുള്ള യൂട്യൂബിൽ ഇടാം. പിന്നെ നമ്മൾ ഇതൊക്കെ ആസ്വദിക്കും കൂടെ ആണല്ലോ. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. നമ്മൾ ചുമ്മാ ഇട്ടുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ യാത്ര നമ്മൾ ആസ്വദിക്കണം. കണ്ടിൻ്റെ കാര്യങ്ങൾ, ഫുഡ്, ഓരോ സ്ഥലത്തുന്നത്, ടെൻറ്റ്, ബാക്കിയുള്ളൊക്കെ ഒരു നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏറ്റവും നല്ല രസം ഒരു ദിവസം നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം ഹാപ്പി ആവട്ടെ. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് അടിപൊളിച്ച് കടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് നൈറ്റ്, ഹാറ്റ്സ് ഓഫ്.